ആരെന്ത് അസൂയ വെച്ചാലും ആരെന്ത് ഇടങ്ങൽ സൃഷ്ടിച്ചാലും ബാപ്പന്റെ ഉമ്മന്റെ അനുകൂല ദുആ ഉണ്ടോ, നമ്മൾ രക്ഷപ്പെടും. നമ്മളെ ജീവിതത്തിൽ നന്നാകാൻ തന്നെ ഒരു മാർഗം അതല്ലേ. തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമായൊരു വഴിയും അതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്, രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു, അഹയ്യുൻ വാലിദൈക്, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോന്ന് ചോദിച്ചു. വലിയ വലിയ തെറ്റ് ചെയ്ത തെറ്റുകാരനോട് ഉമർ റളിയല്ലാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോ? ഉണ്ട്. എന്താ അങ്ങനെ ചോദിച്ചത്? ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടെങ്കിൽ പാപം പൊറുപ്പിക്കാൻ എളുപ്പമാണല്ലോ. നോക്കിങ്ങള്, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോ, നിങ്ങൾ ഈ ചെയ്ത ദോഷങ്ങൾ മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. ആത്മാർത്ഥമായവരെ ഖിദ്മത്തിൽ മുഴുക, അവരെ ഒരു ദുആ മതി നിങ്ങളെ പാപങ്ങളൊക്കെ ഒലിച്ചു പോകാൻ. ഒറ്റ ഒരു പ്രാർത്ഥന മതി നിങ്ങളെ ഈ പാപങ്ങളൊക്കെ അള്ളാഹു തആല കഴുകി വൃത്തിയാക്കി നിങ്ങളെ നല്ല ആളാക്കി മാറ്റാൻ. അല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാ തിരിച്ചങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? പള്ളിയിൽ പോയിരുന്ന ഒരു മാല മറിച്ച് കുറെ ഇസ്തിഗ്ഫാർ ലിക്കൊള്ളി എന്ന് പറയാൻ അത്ര വലിയ പ്രയാസമുണ്ടോ? പക്ഷെ ബാപ്പക്കും ഉമ്മക്കും ആ ഖിദ്മത്ത് എടുത്തിട്ട് അവര് നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരുന്നാൽ റെഡിയാവും.